വളരെ വൈകിയാണ് ഞാനൊരു വീഡിയോ കണ്ടത്. നമ്മുടെ തൃശ്ശൂര് വെടിക്കെട്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടവർക്കും പരിക്ക് പറ്റിയവർക്കും ഒക്കെ വ്യവസായ പ്രമുഖനായിട്ടുള്ള മലയാളിയായിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള എന്ന് പറഞ്ഞത് ഇനിയുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് കേട്ടോ. MA യൂസുഫ് അലി ധനസഹായം നൽകുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു എന്നത് ഒരു വാർത്ത, ഒരു വർഗീയ, അതിലും വർഗീയതയാണ്, സഹായിക്കുന്നതിലും വർഗീയ വിഷം വിതറിക്കൊണ്ട് ഈ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ, എന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ, ഷവർമയിലും മന്തിയിലും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിലും ഒക്കെ മുസ്ലിങ്ങൾ നടത്തുന്ന കടകളിൽ തീവ്രവാദികളുടെ താവളമാണ്, തീവ്രവാദികളുടെ പണമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ വർഗീയത ഇളക്കി വിട്ട് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന ആൾക്കാർ ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇന്നത്തെ യൂണിവേഴ്സിറ്റികൾ, ഈ യൂണിവേഴ്സിറ്റികളിലാണ് ഇത്തരത്തിലുള്ള വർഗീയ വിഷങ്ങൾ ഇറക്കി വിടുന്നത്. ആരെയും എന്തു പറയാമെന്നത്, മുഖമില്ലാത്തതാണ്, പോയി നോക്കിയാൽ മുഖം കാണൂല, എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, 2-3 ഫോളോവേഴ്സ് ഉണ്ടാവും. തെറി വിളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടുകളാണ്. ഒരുപക്ഷെ നമ്മുടെ കൂടെ തോളത്ത് കൈയിട്ടുണ്ട് നടക്കുന്നവനായിരിക്കും കമന്റ് എഴുതിയിട്ടുണ്ട്, നമുക്കറിയാൻ കഴിയില്ല. എല്ലാവർക്കും ഒപ്പം അതിന്റെ സാങ്കേതിക വിദ്യയുടെ പുറമെ പോകാൻ കഴിയില്ലല്ലോ. ഏതായാലും അതൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹം ജാതി മത ഭേദമന്യേ കൃത്യമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതങ്ങനെ തന്നെ പറയണമല്ലോ, കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭർഷിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വയനാട്ടിൽ ഇത് കാര്യം തന്നെ എടുക്കാം. വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് മുസ്ലിം ലീഗ് ആരോട് പറഞ്ഞില്ല. മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ, എനിക്കറിയാം, കാരണം ആ കാലത്ത് വീഡിയോകൾ ചെയ്തിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വയനാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പല മുസ്ലിം ലീഗ് പ്രവർത്തകരും അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലീഗിന്റെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫണ്ട് ചെല്ലാന്നാൽ നമ്മുടെ കേരളത്തിൽ നാണക്കേടാണ്. എല്ലാവരും കൂടെ ലീഗിന്റെ അക്കൗണ്ടിലേക്ക് തന്നു കഴിഞ്ഞാൽ ലീഗിനും അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ അതിലൊരു വർഗീയത ഒരുപക്ഷെ കണ്ടെത്തും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് അത് കയറി വരട്ടെ, അവർ ചെയ്യില്ലേ, മുക്കോ കക്കോ എന്തോ ചെയ്തോട്ടെ, നമുക്കത് പ്രശ്നമില്ല, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പുറത്ത് ഞങ്ങൾ ചെയ്യും, അതിനുള്ള ഫണ്ട് ഞങ്ങൾ വേറെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. 52 വീടുകളാണ് ഇപ്പോൾ താക്കോൽ കൈമാറി കഴിഞ്ഞു. അതിന്റെ ഉള്ളിൽ അവർക്ക് ആവശ്യമായ കിസുമത്ത പണികളായി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിന്റെ സർക്കാരും 27-ാം തീയതി കഴിയുന്നവരോടെ ഔദ്യോഗികമായിട്ട് അവർ അതിലേക്ക് താമസം മാറ്റും. അങ്ങനെ താമസം മാറ്റുന്ന അത് നോക്കൂ, അതിനകത്ത് ജാതിയോ മതമോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല. അപ്പൊ ഇതിനു മുമ്പ് എത്രയോ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു സംഭവമുണ്ട്. ബൈത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ബൈത്തുർ റഹ്മാൻ മുസ്ലിം ലീഗിന്റെ ഒരു പദ്ധതിയാണ്. പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങള് സ്മരണാർത്ഥമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി വെച്ച ബൈത്തുർ റഹ്മാൻ എന്നുള്ള പദ്ധതിയാണ് ശരിക്കും ഭവന നിർമ്മാണ രംഗത്ത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. അതിൽ കൊടുത്തിട്ടുള്ള മുസ്ലിങ്ങൾക്കൊന്നും മാത്രമല്ല, അതായത് അർഹതയുള്ളത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ ജാതിയോ മതമോ നോക്കാതെ അവർ സഹായിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. ഞാനിത് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ വല്ലാതെ പൊക്കാണ്, മുസ്ലിങ്ങളെ വല്ലാതെ പൊക്കാണ് തോന്നുന്നു. അല്ല, ഉള്ളത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാ. ഒരു കമ്പാരിസൺ വേണമല്ലോ, എന്തായാലും നിങ്ങളൊക്കെ കമ്പാരിസൺ നടത്തിയല്ലേ, അപ്പൊ ഞാൻ ആ കമ്പാരിസൺ ഞാനും ഒന്ന് പറയാം. അത്തരത്തിൽ അവർ ചെയ്യാൻ കഴിയുന്നത്, മുസ്ലിം സമൂഹം ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. ഒരു നോമ്പ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുന്നതൊക്കെ കൃത്യമായി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തും പെരുന്നാളോ മറ്റു കാര്യങ്ങളോ ആഘോഷങ്ങൾ വരുമ്പോൾ അയൽപക്കത്തൊരുത്തം പട്ടിണി കിടക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്, അവന്റെ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഒരു സഹായം ആവശ്യമായി വന്നാൽ, ഇനി ചികിത്സാ സഹായം ആവശ്യം വന്നാൽ, ഒരു വീട് നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ഒരു ജപ്തിന്റെ സാഹചര്യം വന്നാൽ, അതുപോലെ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അത് ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഇവിടുത്തെ മുസ്ലിം വിഭാഗം ഉണ്ട് എന്നത് മറന്നു പോകരുത്. ഉണ്ട്. എന്നാൽ മറുഭാഗത്ത് ഇതേ മുസ്ലിമിന് ചീത്ത വിളിക്കുന്ന ഹിന്ദു എന്ന് പേര് സ്വീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം, ഹിന്ദുക്കളല്ല അവർ. ഹിന്ദുക്കളായിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ ധർമ്മത്തിന്റെ, ഹിന്ദു ധർമ്മത്തിന്റെ ഒരു മാന്യത അവർ കാണിച്ചേനെ. അവർ ഹിന്ദുക്കളല്ല, ഹിന്ദു നാമധാരികളാണ്. ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള തീവ്രവാദികളെ നിങ്ങൾക്കറിയില്ലേ? നമുക്ക് പെഹൽഗാമിലൊക്കെ വന്ന് കണ്ടില്ലേ, അവിടെ നിരപരാധികളായ നമ്മുടെ സഹോദരങ്ങളെ കൊന്നുകളഞ്ഞ കുറച്ച് തീവ്രവാദികൾ, അതുപോലെ കുറച്ചെണ്ണം എല്ലാ ഭാഗത്തും ഉണ്ട്. അതിൽപ്പെട്ട കുറച്ചു പേർ ഇവിടെ പറഞ്ഞു പരത്തുന്നതാണ് സത്യത്തിൽ ഈ വീഡിയോയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. യൂസുഫ് അലി അതൊക്കെ ചെയ്തു, യൂസുഫ് അലി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം സമൂഹം, മുസ്ലിം ആൾക്കാർ ആരാണ് എന്ന് തോന്നാതെ സമൂഹത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രം തോന്നിക്കൊണ്ട് ആർക്കാണോ കൊടുക്കേണ്ടത് അത് കൃത്യമായി എത്തിക്കാൻ, അവരുടെ അധ്വാനത്തിന്റെ ഫലം എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് ഞാൻ പറഞ്ഞ ആ തീവ്ര ചിന്താഗതിയുള്ളവർ
അവർ ചെയ്യുന്നതാകട്ടെ ഈ ഒരു വിഭാഗത്തെ സ്പർശിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ ഈ അപകടം നടന്നത് തന്നെ, തൃശ്ശൂർ അപകടം നടന്ന സമയത്ത് യൂസഫ് അലിയെ പോലെ ഉള്ളവർ അവർ സഹായഹസ്തമായിട്ട് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഷവർമേന്റെ പിന്നാലെ, അത് തന്തൂരിന്റെ പിന്നാലെ അല്ലെങ്കിൽ മന്തിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അവിടെ മുസ്ലിങ്ങളെ തെരുവിളിക്കാൻ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദികളാക്കാൻ വേണ്ടി നടക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതാണോ വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുക. ജാതി മതമൊക്കെ വേണം. എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം, അതാണല്ലോ ഞാൻ പറയേണ്ടത്. എന്റെ കാഴ്ചപ്പാടിൽ ജാതി മതമൊന്നും ഗ്രൂപ്പായിട്ട് നിൽക്കേണ്ട കാര്യമല്ല. എന്റെ ജാതി എന്റെ മതം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ളതാണ്. അത് എന്റെ ഭാര്യയ്ക്കോ എന്റെ കുട്ടികൾക്കോ എന്റെ മാതാപിതാക്കൾക്ക് പോലും ഇല്ല. അവരത് ബാധിക്കേണ്ട ആവശ്യമില്ല. എന്റെ മതം അത് മാത്രമാണ്. അത് മറ്റുള്ളവരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ഞാനതനുസരിച്ച് ജീവിക്കേണ്ടതാണ്. പിന്നെ എന്നെ പോലെയുള്ള എന്റെ ചിന്താഗതിക്കാൾ കുറച്ചുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു മതത്തിന്റെ വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ കൂട്ടായ്മന്റെ ആവശ്യം പോലും ഇല്ല. അങ്ങനെ തുടർന്ന് പോകേണ്ടതാണ് മതമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹിന്ദു മതസ്ഥനെ കാണുമ്പോഴോ ഒരു ക്രിസ്ത്യാനെ കാണുമ്പോഴോ ഒന്നും ചൊറിച്ചിലൊന്നും എനിക്ക് വരില്ല. കാര്യം ലക്കും ദീനിക്കും വലിയ ദിന അവൻ അവന്റെ മതത്തിലാണ് വിശ്വസിക്കുന്നത്. അതിൽ എനിക്ക് ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ അവൻ അവന്റെ മതത്തിലും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അവന് അവകാശമുണ്ട്, അതിന് അർഹതയുമുണ്ട്. അവൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഞാൻ എന്നെയോ എന്റെ കുടുംബത്തെയോ മറ്റുള്ളവരെയോ ദ്രോഹിക്കുന്നില്ല. അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റും നടക്കുന്ന മറ്റേത് മതസ്ഥനായാലും അവർക്ക് വേണ്ടിയിട്ട് അവരെ അറ്റ്ലീസ്റ്റ് അവരെ ദ്രോഹിക്കാതെയെങ്കിലും ജീവിക്കാൻ ഞാൻ മനസ്സിലാക്കണം. അതാണ് എന്റെ മതമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദ്രോഹിക്കാൻ പോകാറില്ല. നോക്കൂ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്തെല്ലാം തെരുവിളികൾ എന്നെ വിളിക്കുന്നുണ്ട്. ഈ പോസ്റ്റിന് വീഡിയോയ്ക്ക് താഴെ ചിലപ്പോൾ തെരുവ് വിളിച്ചിട്ടുണ്ടാവും. പച്ചയ്ക്ക് എന്റെ വീട്ടിൽ ഭാര്യയും അമ്മയും പെങ്ങന്മാരെയും ഒക്കെ ചീത്ത പറയുന്നുണ്ട്. അതിലെവിടെയെങ്കിലും ഒരു തെരുവിളി തിരിച്ച് ഞാൻ വിളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം അവർ അവരുടെ സ്വഭാവം വിളിക്കുന്നു, ഞാൻ എന്റെ സ്വഭാവം വിളിക്കുന്നു. അതുപോലെ തന്നെയാണ് എല്ലാം. ഇവിടെ മുസ്ലിം സമൂഹത്തെ എങ്ങനെ ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം, ഹിന്ദുക്കളുടെ പേരിൽ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞൊക്കെ നടക്കുന്ന ഒരു വിഭാഗം ഇനി എന്തൊക്കെ ഭർഷിച്ചാലും എന്തൊക്കെ ആക്ഷേപിച്ചാലും ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവർ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കും. സമൂഹത്തിന് ചെയ്തു കൊടുക്കാനുള്ളത് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം അവരാണ് ഇവിടെ പണമുള്ളവർ, അവരാണ് പണിയെടുക്കുന്നവർ, അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത്. അങ്ങനെ പണം വരുന്നത് കൊണ്ട് അവർ എന്തായാലും അത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ ശതമാന കണക്ക് വെച്ചിട്ടുണ്ട്. ആ ശതമാനം മറ്റുള്ളവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അത് ഇന്ന ജാതിക്കാരന് കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കഷ്ടപ്പെടുന്ന സ്വന്തം വീട്ടിന് ചുറ്റുമുള്ള 40 കുടുംബങ്ങൾ, ആ 40 കുടുംബങ്ങളെ നോക്കാതെ ആ 40 കുടുംബങ്ങളിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിശപ്പ് മാറ്റാതെ ഇവന് വിശപ്പ് മാറ്റാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ വക്താവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനത് ശ്രദ്ധിക്കും. അതുകൊണ്ട് അതിന് അർഹതയുള്ളവരെ കാണിച്ചു കൊടുത്ത് അവർക്കത് വാങ്ങിക്കൊടുത്ത് അവരെ പോലെ മാതൃകയാക്കിക്കൊണ്ട് സമൂഹത്തിൽ നല്ലത് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ കുറെ കുയിന്തുകളും കുഴിച്ചിടാട്ടങ്ങളും കാണിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തെ വിഷമാക്കും, അല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. ഇതൊക്കെ ജനം തിരിച്ചറിയുന്ന ഒരു സമയം വരും കേട്ടോ. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ വരും. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ഏത് കോസ്രാക്കുള്ളിയും എടുത്ത് തലവിളിക്കുന്നതിന് ഒരു സമയം ഉണ്ടാവുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ജനം മനസ്സിലാക്കും. പക്ഷെ അന്ന് മുണ്ടെടുത്തെടുത്ത് കൊടുക്കാൻ നേരം ഉണ്ടാവില്ല. ഓടി ഓടി തളരും. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഹൃദയം കീഴടക്കേണ്ടത്. അല്ലാതെ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അവനെ അപമാനിച്ചുകൊണ്ട്, അവനെ പേടിപ്പിച്ചുകൊണ്ട് നീ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിന്നെ അങ്ങ് ശരിയാക്കിക്കളെ എന്ന് പറഞ്ഞുകൊണ്ടല്ല ഏതൊരു വ്യക്തിയെയും അവരുടെ ഹൃദയം കീഴ്പ്പെടുത്തേണ്ടത്. Different angles. Don't forget to subscribe and support this channel.